കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ കുഞ്ഞുടുപ്പ് വാങ്ങിവെക്കുന്നത് ശരിയല്ല എന്ന് ചില ഉമ്മമാർ പറയാറുണ്ട്. സത്യാവസ്ഥ എന്താണ് ഉസ്താദെ? ചോദിച്ചിരിക്കുന്നത് ഹാജറുമ്മയാണ്, കാസർഗോഡ് നിന്ന്. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ അല്ല, കല്യാണത്തിന് മുമ്പേ വാങ്ങി വെക്കാം, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ആളുകൾ ഇങ്ങനെ വെറുതെ പറയാം. നമ്മളൊരു കുഞ്ഞുടുപ്പ് നേരത്തെ വാങ്ങി വെച്ചത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവും. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ പ്രാവശ്യം എൻ്റെ വൈഫ് പ്രസവിച്ചത്, സാധാരണ പ്രസവം നമുക്കറിയാം 9 മാസം. എൻ്റെ വൈഫ് കുറച്ച് നേരത്തെ പ്രസവിക്കുന്ന 8 മാസം കഴിയുമ്പോൾ തന്നെ ഇത് ഇപ്പോഴത്തത് 8 മാസം ആണിന് മുമ്പേ പ്രസവിച്ചു. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു, അത് നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് കുഞ്ഞിന് നേരത്തെ പോയി ലുലുവിൽ പോയി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ചില നിഗമനങ്ങളാണതൊക്കെ. നേരത്തെ ഡ്രസ്സ് വാങ്ങി വെച്ചാൽ നേരത്തെ പ്രസവിക്കുക, നേരത്തെ പിന്നെ ഒരുങ്ങിയിരുന്നാൽ അത് അതിന് വേണ്ടിയാണ്. തൊട്ടിൽ വാങ്ങി വെക്കാൻ പാടില്ല, കുഞ്ഞിന് ഡ്രസ്സ് വാങ്ങാൻ വെക്കാൻ പാടില്ല, ഉടുപ്പ് വാങ്ങി വെക്കാം, അതൊക്കെ വെറുതെയാണ്. നമുക്ക് പൈസ ഉള്ള സമയത്ത്, നമുക്ക് സമയമുള്ളപ്പോൾ അതൊക്കെ വാങ്ങി വെക്കാൻ കുഴപ്പമൊന്നുമില്ല. പ്രസവം അതിൻ്റെ കറക്റ്റ് ടൈമിൽ നടന്നോളും. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളും സ്വാലിഹത്തുകളുമാക്കി തരട്ടെ. മദ്രസ പാഠപുസ്തകങ്ങൾ സ്കൂട്ടിയുടെ സീറ്റിനടിയിൽ വെച്ച് കൊണ്ടുപോകുന്നതിൽ തെറ്റുണ്ടോ? ചോദിച്ചിരിക്കുന്നത് ഒരു സഹോദരി കുട്ടിയത്ത് നിന്നുമാണ്. മദ്രസയുടെ പാഠപുസ്തകങ്ങൾ സ്കൂട്ടിയുടെ സീറ്റിനടിയിൽ വെച്ച് കൊണ്ടുപോകാമോ എന്നാണ് ചോദ്യം. ശരി, നമ്മൾ പരമാവധി ഒരു സാഹചര്യം അതിൽ നിന്ന് ഒഴിവാക്കാനുണ്ടെങ്കിൽ ചെയ്യണം. കാരണം നമ്മുടെ പൃഷ്ഠഭാഗം നമ്മൾ അതിൻ്റെ മുകളിൽ വെക്കുകയാണ്. സ്കൂട്ടി എന്ന് പറയുന്നത് സാധനങ്ങൾ വെക്കാൻ സ്കൂട്ടിയുടെ സീറ്റിനടിയിലാണ് സ്ഥലമുള്ളത്. പിന്നെ നമുക്കതിൻ്റെ ഫ്രണ്ടിലും ഹാൻഡിലും ഒക്കെ നമുക്ക് തൂക്കിയിടാൻ പറ്റും. ചെറിയ പുസ്തകങ്ങൾ വലിയ ഭാരമുള്ളതൊന്നും ആയിരിക്കില്ല. ഫ്രണ്ടിൽ തന്നെ സൂക്ഷിക്കലായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ മക്കളെയൊക്കെ കൊണ്ടുവരുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് അപകടം സംഭവിക്കുന്നൊക്കെ പേടിച്ച് അങ്ങനെ വെക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ അതൊരു അദബകേടാണ്. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ പറഞ്ഞ് ദുആ ചെയ്യണം. കാരണം ഖുർആൻ്റെ മുകളിൽ, ഖുർആൻ ആയത്തും ദിക്റൊക്കെ ഉള്ളതിൻ്റെ മുകളിലാണ് നമ്മൾ കയറി ഇരിക്കുന്നതെന്ന ബോധം നമുക്കുണ്ടാവണം. നിസ്കാരത്തിൽ ബാങ്കിൻ്റെ ദുആയും ഇഖാമത്തിൻ്റെ ദുആയും പറയണമെന്നുണ്ടല്ലോ. രണ്ടിൻ്റെയും ദുആ ഒന്ന് തന്നെയല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ചോദിച്ചിരിക്കുന്നത് റഹീം കുട്ടി, കാസർഗോഡ് നിന്ന്. എല്ലാ നിസ്കാരത്തിലും നമ്മൾ ബാങ്കും ഇഖാമത്തും കൊടുക്കുമല്ലോ. ഈ രണ്ടിൻ്റെയും ദുആ ഒന്ന് തന്നെയാണ്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ എന്ന് തുടങ്ങുന്ന ദുആ തന്നെയാണ് ഇഖാമത്തിൻ്റെയും ദുആ. രണ്ടിനും ദുആ ചെയ്യണം. അപ്പോൾ ബാങ്ക് വിളിച്ചു, സമയമുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫർദ് നിസ്കാരത്തിന് ടൈമായി, അങ്ങനെ സമയം കഴിഞ്ഞു പോകും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ ബാങ്ക് കഴിഞ്ഞു അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി അങ്ങനെ ദുആ ചെയ്തു, ഇഖാമത്ത് കഴിഞ്ഞ് വീണ്ടും അല്ലാഹുമ്മ റബ്ബ അങ്ങനെ ചെയ്യാൻ നിൽക്കേണ്ട. കാരണം നിസ്കാരമാണ് പ്രധാനമായത്. അതിൻ്റെ സമയം അവ്വല് വക്കത്ത് നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഒരു ഭയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ദുആ ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് ബാങ്ക് ഇഖാമത്ത് കഴിഞ്ഞിട്ട് നിസ്കരിക്കും. ഇത് സമയമുള്ളവരെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. രണ്ടിനും ദുആ ഉണ്ട്, രണ്ടിൻ്റെയും ദുആ ഒന്ന് തന്നെയാണ്.